ഏവിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വിമാനങ്ങളും വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും മൊത്തത്തിൽ പറയുന്ന പേരാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. സർ, ഏവിയേഷനകത്ത് എത്ര ടൈപ്പ് കോഴ്സുകളാണ് ഉണ്ടാവുക? CPL കൊമേഴ്ഷ്യൽ പൈലറ്റ് ട്രെയിനിങ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്, ക്യാബിൻ ക്രൂവിൻ്റെ കോഴ്സ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സ്, ഫ്ലൈറ്റ് ഡിസ്പാച്ചർ എന്ന് പറഞ്ഞ കോഴ്സ്, ഡ്രോൺ പൈലറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ നിരവധി കോഴ്സുകൾ നമ്മുടെ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഡിഗ്രിയുടെ കൂടെ ഏവിയേഷൻ ചെയ്യുന്നതിലും അല്ലാണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രം ഏവിയേഷൻ ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമാണ്? ഗ്രാജുവേഷൻ നിർബന്ധമാണെന്ന് പറയുന്ന പേരൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രിയെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ നമ്മുടെ ഡിഗ്രിയോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, ഒന്നാമത്തെ വർഷം മുതൽ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ വർഷം വരെയോ നാലാമത്തെ വർഷം വരെയോ അവർക്ക് എന്ത് ചെയ്യാം, ഡിപ്ലോമയായിട്ട് നമ്മുടെ ആഡ് ഓൺ കോഴ്സായിട്ട് ഏവിയേഷൻ പഠിക്കാം. പിന്നെ ഡിപ്ലോമ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. 1 ഇയർ കോഴ്സ് എടുക്കുന്നത് മെജോറിറ്റി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അത് നമുക്ക് എയർപോർട്ടിൽ പോയി അവിടെ കാണാനുള്ള അവസരം അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ കുട്ടികൾക്ക്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നമുക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആണെങ്കിലും 2 ഡേയ്സിൻ്റെ വർക്ക്ഷോപ്സ് കൊടുക്കുന്നുണ്ട്, 10 ഡേയ്സിൻ്റെ വർക്ക്ഷോപ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ എയർപോർട്ടിൽ തന്നെ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സാറേ, ഈ BBA ഏവിയേഷനും കേട്ടിട്ടുണ്ട്, BBA പ്ലസ് ഏവിയേഷനും കേട്ടിട്ടുണ്ട്. BBA ഏവിയേഷൻ എന്ന് പറയുന്നത് ഏവിയേഷനിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് BBA ഏവിയേഷൻ കോഴ്സ് എടുക്കുന്നത്. BBA പ്ലസ് ഏവിയേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ വരുമ്പോൾ BBA എന്ന് പറയുന്ന ഒരു ഡിഗ്രി എന്താണ്, ഒരു മെയിൻ സ്ട്രീമാണ്. അപ്പോൾ അതിൽ തനിയെ നമ്മൾ IATA സിലബസ് ഒക്കെ ഉൾപ്പെടെയുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർക്ക് എന്താണ്, ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറോട് കൂടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. ഈ IATA സർട്ടിഫിക്കേഷൻ ആണോ ശരിക്കും ഒരു ഇൻ്റർനാഷണൽ വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷൻ? IATAയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വിദേശ രാജ്യങ്ങളിലെ 150-ൽ പരം രാജ്യങ്ങളിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ വളരെയധികം വാല്യൂ ഉള്ളൊരു മേഖലയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നിർബന്ധമാണ് ആണെന്നുള്ള പോലെ തന്നെ ഹിന്ദി ഒരു ലാംഗ്വേജ് ആയിട്ട് പഠിക്കണമെന്ന് ചോദിക്കാറുണ്ട്. ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പർട്ടിക്കുലർ ആയിട്ട് ഒരു സ്ഥലത്ത് വരുന്ന ഒരു കാര്യമല്ല. നമുക്ക് കൂടുതൽ ലാംഗ്വേജ്, ഈ ഹിന്ദി മാത്രമല്ല, എത്ര ലാംഗ്വേജ് അറിയാമോ അത്രയും നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. ചില സമയത്ത് കണ്ടിട്ട് കുട്ടികൾക്ക് ഗ്രൂമിങ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. കാരണം ഇപ്പം ഭയങ്കര സ്റ്റൈലായിട്ട് നടക്കണം, ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടു. നമ്മുടെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഈ പ്രധാനപ്പെട്ട ഇന്റർവ്യൂസ് നോക്കുന്ന ഒരു കാര്യമാണ് ഗ്രൂമിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏവിയേഷൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് തുടക്കം മുതൽ പോകുമ്പോൾ മാത്രമാണ് അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. BBAയുടെ കൂടെ ഏവിയേഷൻ മാത്രം പഠിച്ചാൽ പോരെ, പിന്നെ എന്തിനാണ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കൂടെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കോളേജുകൾക്കല്ല ബെനിഫിറ്റ് ഉള്ളത്, അത് വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് ബെനിഫിറ്റ് ഉള്ളത്. പണ്ടോട്ടെ ലോജിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഷിപ്പിൽ ജോലിക്ക് വേണ്ടിയിട്ടാണ് ലോജിസ്റ്റിക്സ് പഠിക്കുക. ലോജിസ്റ്റിക്സിൽ ഷിപ്പിനുള്ളിലല്ല വർക്ക് വരുന്നത്, നമ്മളുടെ കണ്ടെയ്നർ പോർട്ടുകളാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 50,000 അല്ലെങ്കിൽ 1,00,000 രൂപ ശമ്പളം കിട്ടുമെന്നാണ് ചോദിക്കുക. ഇപ്പം ആദ്യം ചോദിക്കാറുണ്ട്, ഡൊമസ്റ്റിക്കിൽ കയറിയാലാണോ ഇന്റർനാഷണലിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഡൊമസ്റ്റിക്കിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണോ ഇന്റർനാഷണലിൽ പോകാൻ പറ്റുള്ളൂ, അതോ നേരിട്ട് ഇന്റർനാഷണലിൽ കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. അതിൽ പിന്നെ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ലെവലിൽ ജോലി കിട്ടും. ഇപ്പോൾ BBA ഏവിയേഷൻ എടുത്തു, ആ കുട്ടി ഓൾറെഡി കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ പ്ലേസ്ഡ് ആയി. അപ്പോൾ അവൻ ഓൾറെഡി MBAയും കൂടി എടുത്താലാണോ അവന് ബെറ്റർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാൻ പറ്റുക? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഇൻ ഫ്യൂച്ചർ നമുക്കൊരു ഹയർ ലെവലിലേക്ക് പോകണമെങ്കിൽ MBA ചില എയർപോർട്ടിൽ നിർബന്ധമാണ്, എയർലൈൻസിൽ നിർബന്ധമായിട്ട് വരും. ഒരു ഏവിയേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആവണമെങ്കിൽ എന്തായിരിക്കും വേണ്ടത്? ടീച്ചർ ആവാൻ ഉള്ള മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഹായ്, നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 2 വീഡിയോസ് ചെയ്തു. രണ്ടും 2 കോഴ്സുകളെ പറ്റിയിട്ടുള്ള വീഡിയോസായിരുന്നു. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആവശ്യപ്പെടുന്നതും എൻക്വയറി വരുന്ന ഒരു മേഖലയാണ് ഏവിയേഷൻ എന്ന് പറയുന്ന കോഴ്സ്. അപ്പം നമ്മുടെ കോളേജിലാണെങ്കിലും പല കോളേജുകളിലും അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒക്കെ ഏവിയേഷൻ കോഴ്സുകൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു മേഖല കൂടിയാണ് ഏവിയേഷൻ. അപ്പം നമുക്കിന്ന് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് ഏവിയേഷൻ മേഖലയിൽ വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള പ്രിയപ്പെട്ട ഷമീർ സാറിനെയാണ്. ഹായ് സാർ, സുഖമായിരിക്കുന്നു? നമസ്കാരം. സുഖമായിരിക്കുന്നു സാറേ, നമുക്കിപ്പം ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഫീൽഡാണ്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഈ മേഖലയിലുണ്ട്. അപ്പം ഇത് കുട്ടികൾ എപ്പോഴും ചോദിക്കാറുണ്ട്, ഏവിയേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഏവിയേഷൻ? ഏവിയേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വിമാനങ്ങളും വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും മൊത്തത്തിൽ പറയുന്ന പേരാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏവിയേഷൻ എന്ന് കേൾക്കുമ്പം നമ്മൾ സിമ്പിളായിട്ട് ഏവിയേഷൻ മേഖല ഒരു വൈഡായിട്ടുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ്.
കാരണം അതിൽ ഉൾപ്പെടുന്ന പല ഘടകങ്ങളുണ്ട്. ഒന്ന് പൈലറ്റുമാരുണ്ട്, എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിനീയേഴ്സുമാരുണ്ട്, ക്യാബിൻ ക്രൂ ഉണ്ട്, പാസഞ്ചർ ഹാൻഡ്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബാഗേജിൻ്റെ കാര്യങ്ങൾ, എയർലൈൻ സെക്യൂരിറ്റി, എയർപോർട്ട് സെക്യൂരിറ്റി. അപ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളെയും മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ് ഏവിയേഷൻ മേഖല എന്ന് പറയുന്നത്. സർ, ഇപ്പോൾ ഏവിയേഷനകത്ത് എത്ര ടൈപ്പ് കോഴ്സുകളാണ് ഉണ്ടാവുക? സാധാരണ നമ്മൾ കുറച്ച് കോഴ്സുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളൂ. ശരിക്കും എത്ര കോഴ്സുകളാണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വരുന്നത്? നല്ലൊരു ചോദ്യമാണ്. കാരണം ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എത്രമാത്രം കോഴ്സുകളുണ്ടെന്നുള്ളത്. അപ്പം മെയിനായിട്ട് നമുക്കറിയാൻ പറ്റുന്ന ചില കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് അറിയാത്തതുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് പൈലറ്റിംഗ് എന്ന് പറയുന്നത്, CPL, കൊമേഴ്ഷ്യൽ പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ 3 ടൈപ്പ് ഓഫ് ലൈസൻസ് ആണ് CPLന് കിട്ടുക. SPL സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ്, PPL പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്, CPL എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. ഇതിന് ഏകദേശം ഒരു 255 മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്തൊരു കുട്ടിക്കാണ് CPL എന്ന് പറയുന്ന ലൈസൻസ് കിട്ടുക. അപ്പോൾ അത് ആ ലൈസൻസ് കിട്ടണമെങ്കിൽ DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ആ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്, അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് പഠിക്കേണ്ടത്. രണ്ടാമത്തെ കോഴ്സുകൾ വരുന്നത് എഞ്ചിനീയറിംഗ് സെക്ഷനിലാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ധാരാളം ഏവിയേഷൻ കോഴ്സുകളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കോഴ്സാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റിൻ്റെ റിസർച്ച്, ഡിസൈനിങ്, പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സാണ്. എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മിസൈലുകൾ, റോക്കറ്റ്സുകൾ, സാറ്റലൈറ്റ്, അങ്ങനെയുള്ള ഡിഫൻസുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ISR പോലെ, നാസ പോലെയുള്ള സ്പേസ് സ്റ്റേഷൻസുമായി ബന്ധപ്പെട്ട പല കോഴ്സുകളാണ്. അപ്പോൾ അതിലാണ് റിസർച്ചും ഡെവലപ്മെൻറ്റ്സും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഒക്കെ നടക്കുന്നത്. മൂന്നാമത്തെ ഞാനിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞൊരു കോഴ്സായിരുന്നു എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അത് ഇതുപോലെ തന്നെ ഒരു ലൈസൻസ് കോഴ്സാണ്, നോർ എ ഡിഗ്രി നൈദർ ഡിപ്ലോമ, ഇറ്റ്സ് എ പ്യൂർലി ലൈസൻസ് കോഴ്സാണ്. ആ ലൈസൻസ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ തന്നെയാണ് കൊടുക്കുന്നത്, പൈലറ്റിംഗ് പോലെ തന്നെയാണ്. അപ്പോൾ പൈലറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എയർക്രാഫ്റ്റ് എഞ്ചിനീയേഴ്സിനെയാണ്. കാരണം ഓരോ വിമാനങ്ങളും യാത്രക്കാരുമായിട്ട് പോകുന്നതിന് മുമ്പ് ആ വിമാനത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിൻ മുതൽ അതിൻ്റെ ടയർ മുതൽ ഫ്യൂസിലേജ്, എയർക്രാഫ്റ്റിൻ്റെ ബോഡി, ഇലക്ട്രിക്കൽ സിസ്റ്റം, ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം, റേഡിയോ നാവിഗേഷൻ സിസ്റ്റം, ഇങ്ങനെ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ പരിശോധിച്ച് ദിസ് എയർക്രാഫ്റ്റ് ഈസ് ഫിറ്റ് ടു ഫ്ലൈ, ഈ വിമാനം അടുത്ത എയർപോർട്ട് വരെ ഒരു തകരാറും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുക്കേണ്ട ആളാണ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ്. ഇതും +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടികൾക്ക് ഇങ്ങനൊരു കോഴ്സ് വേണമെങ്കിലും പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗിലും പൈലറ്റ് ട്രെയിനിങ് ആണ് മെയിൻ സ്ട്രീമിൽ വരുന്ന കോഴ്സുകളായിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് നമുക്ക് ഈ പറഞ്ഞ ക്യാബിൻ ക്രൂവിൻ്റെ കോഴ്സ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് കോഴ്സ്, ഇതൊക്കെ മാനേജ്മെൻറ്റ് കോഴ്സുകളാണ്. പിന്നെ നമുക്ക് ഫ്ലൈറ്റ് ഡിസ്പാച്ചർ എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നുണ്ട്. ഫ്ലൈറ്റ് ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാൽ ATCയിൽ നമുക്കറിയാം എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന് എടുക്കേണ്ട ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഡിസ്പാച്ചർ എന്ന് പറഞ്ഞ കോഴ്സാണ് വരുന്നത്. പിന്നെ നമുക്ക് ഡ്രോൺ പൈലറ്റിംഗ്, ഡ്രോൺ പറപ്പിക്കണമെങ്കിൽ അതിന് ഡ്രോൺ പൈലറ്റിങ്ങിൻ്റെ കോഴ്സ് വരുന്നുണ്ട്. അതൊക്കെ ഏവിയേഷൻ്റെ ഒരു റിലേറ്റഡ് സബ്ജക്റ്റായിട്ട് വരുന്ന കോഴ്സുകളാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി കോഴ്സുകൾ നമ്മുടെ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സാർ, ഇപ്പോൾ കുട്ടികൾ കൂടുതലും ഡിഗ്രിയുടെ കൂടെ ഏവിയേഷൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഡിഗ്രി അല്ലാതെ വെറുതെ ഏവിയേഷൻ മാത്രമായിട്ട് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഡിഗ്രിയുടെ കൂടെ ഏവിയേഷൻ ചെയ്യുന്നതിലും അല്ലാണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രം ഏവിയേഷൻ ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഏവിയേഷൻ കോഴ്സ് നമ്മുടെ ഡിപ്ലോമ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരുണ്ട്, ഗ്രാജുവേഷൻ ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സുകളായിട്ടും ഏവിയേഷൻ പഠിക്കുന്നവരുണ്ട്. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറി തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ +2 12th കഴിഞ്ഞ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് വിദ്യാർത്ഥികളാണെങ്കിലും അവർ ഒരു പാഷനേറ്റ് ആണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡ് ചിലപ്പോൾ ഏവിയേഷൻ ആയിരിക്കാം. അപ്പോൾ അതിൽ നമ്മൾ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും കൂടെ മാച്ച് ചെയ്യുന്നൊരു കോഴ്സായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ മെജോറിറ്റി സ്റ്റുഡൻസ് ഗ്രാജുവേഷൻ നിർബന്ധമാണെന്ന് പറയുന്ന പേരൻസാണ് കൂടുതലായിട്ടുള്ളത്. കാരണം നമ്മൾ ഡിപ്ലോമ 1 വർഷം കൊണ്ട് മാത്രം ഒന്നും ജോലി കിട്ടുമെന്നുള്ള സംശയം ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? എന്തായാലും നമ്മുടെ കേരളത്തിലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി നിർബന്ധമാണ്, ശരിയല്ലേ? അപ്പോൾ ആ ഡിഗ്രി അപ്പം BBA ആണ് ഏവിയേഷൻ്റെ കൂടെ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളൊരു കോഴ്സ് എന്ന് പറയുന്നത്. BCom ഓക്കെയാണ്, അത് ഓരോ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഡിഗ്രിയെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ ഇപ്പോൾ BBA ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 2 രീതിയിൽ ഏവിയേഷൻ പഠിക്കാം. ഒന്ന്, കേരളത്തിലാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ മെയിൻ സ്ട്രീമിൽ വരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റീസിൻ്റെ അണ്ടറിൽ BBA ഒരു മെയിൻ കോഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ BBAയിൽ അതിൽ സബ്ജക്ട്സ് ആയിട്ട് വരുന്നത് നമുക്കറിയാം HR ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഇങ്ങനെയുള്ള സബ്ജക്റ്റിലാണ് കൂടുതലായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഡിഗ്രി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ BBA പഠിക്കുന്നു. ആ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് ജോലി നേടി പോവുകയാണെങ്കിൽ
പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് സാധാരണ വിദ്യാർത്ഥികളൊക്കെ പോയിട്ട് ഡിപ്ലോമ എടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ ഡിഗ്രിയോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, 1ാമത്തെ വർഷം മുതൽ അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന 3ാമത്തെ വർഷം വരെയോ 4ാമത്തെ വർഷം വരെയോ അവർക്ക് എന്ത് ചെയ്യാം, ഡിപ്ലോമയായിട്ട് നമ്മളുടെ ആഡ് ഓൺ കോഴ്സായിട്ട് ഏവിയേഷൻ പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഏവിയേഷനിൽ മെയിനായിട്ട് അങ്ങനെ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ്, അപ്പോൾ ചില സ്ഥാപനങ്ങൾ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ ആൻഡ് ടൂറിസം, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഡിപ്ലോമ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. 1 ഇയർ കോഴ്സ് എടുക്കുന്നത് മെജോറിറ്റി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഏത് സ്ട്രീമോ ആയിക്കോട്ടെ, അവരിപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യും, 1 ഇയറിൻ്റെ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് കോഴ്സ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ കോഴ്സുകളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, പെട്ടെന്നൊരു ഇൻഡസ്ട്രിയിലേക്ക് ജോബ് ചെയ്യാൻ അവരുടെ ഒരു ഡിഗ്രി ഉണ്ട്, അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ അങ്ങനെയാണ് ഡിഗ്രി ആയിട്ടും അല്ലെങ്കിൽ ഡിപ്ലോമ ആയിട്ടും ചൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു കാറ്റഗറി ചില വിദ്യാർത്ഥികളുണ്ട്, +2 കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ജോലി വേണം. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യും, 1 ഇയർ ഡിപ്ലോമ ഏവിയേഷൻ പഠിക്കും. അതിനോടൊപ്പം തന്നെ അവർക്ക് ഓൺലൈനായിട്ട് ഡിഗ്രികളൊക്കെ ഇപ്പോൾ ഓപ്ഷനായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇഗ്നോ പോലെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ഡിഗ്രി ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ പഠിച്ചുകൊണ്ട് അവരുടെ ഏവിയേഷൻ പാഷനിലേക്ക് കടക്കാൻ പറ്റും. സാർ, ഇപ്പോൾ ഈ ഏവിയേഷൻ എന്നുള്ള മേഖലയിലേക്ക് ഒരു കുട്ടി ഇപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിയുടെ കൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ, അതോ അത് ഭയങ്കര ബേർഡൻ ആവുമോ, ഡിഗ്രിയും പഠിക്കണം കൂടെ ഏവിയേഷനും പഠിക്കണം, അത് അവർക്ക് എക്സ്ട്രാ ഒരു ബേർഡനായിട്ട് വരുമോ, അങ്ങനെ ചോദിക്കുന്ന പേരൻസിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തായിരിക്കും സാറേ, അത് രണ്ടും ബേർഡൻ ആണോ അതോ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ? ഒരിക്കലും ഇല്ല, അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ട്രീം തന്നെയാണ്. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ഡിഗ്രി പഠിക്കുന്നത് അല്ലേ, ഒരു ചോദ്യമാണ്. ഡിഗ്രി എന്ന് പറയുന്നത് നമ്മളെ കരിയറിലേക്കുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അതായത് +2 കഴിഞ്ഞ് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കരിയറിലേക്കുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിഗ്രി നമ്മൾ എടുക്കുമ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം നമുക്കറിയാൻ പറ്റും, ഡിഗ്രി എത്ര ലക്ഷം സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ ഈ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസുകളിൽ എത്ര ശതമാനം ആൾക്കാർക്ക് ജോബ് കിട്ടുന്നുണ്ട്. അപ്പോൾ ജോബ് കിട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു സ്കിൽഡ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡിഗ്രി മാത്രം പഠിച്ചുകൊണ്ട് ജോലി കിട്ടില്ല. ഇറങ്ങുന്ന സമയത്ത് നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയിൽ ഒരു തൊഴിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് മെയിൻ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ഡിഗ്രി പഠിച്ചാലും നമ്മുടെ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് കൂടെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സാധാരണ ആഡ് ഓൺ കോഴ്സുകളൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, BBA ഡിഗ്രി പഠിക്കുന്നതിനോടൊപ്പം തന്നെ അപ്പോൾ ഒരു ടൈം ഷെഡ്യൂൾ വാല്യൂ അഡീഷൻ കോഴ്സുകൾക്കും കോളേജുകൾ നൽകാറുണ്ട്. അപ്പോൾ അതൊരു 3 മണിക്കൂർ ആഴ്ചയിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ നമുക്കിതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യാം, ഏവിയേഷൻ്റെ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാം. അങ്ങനെ അവർക്ക് പ്രാക്ടിക്കൽ ഇൻഡസ്ട്രി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടും എയർപോർട്ടിൽ പോയി അവർക്ക് ലൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് വരുന്ന എയർപോർട്ട് വിസിറ്റുകൾ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള എയർലൈൻസിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിരിക്കും ക്ലാസ് എടുക്കുക. അപ്പോൾ അവർക്ക് ഡിഗ്രി പഠിച്ചുകൊണ്ട് തന്നെ ഒരു റിയൽ ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കാനും കൂടുതൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാനും ഈ ഒരു കോഴ്സിൽ കൂടെ സഹായിക്കും. പിന്നെ അതിനകത്ത് ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ടാവും, മോക്ക് ഇൻ്റർവ്യൂസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം എന്താണ് ഒരു ജോബിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു ടൈം വെറുതെ സ്പെൻഡ് ചെയ്ത് കളയുന്നതിനേക്കാളും നല്ലത് ഡിഗ്രിയോടൊപ്പം ഈ ഒരു കോഴ്സ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും പഠിക്കാം. സാർ, ഇപ്പം പറഞ്ഞപ്പം കുട്ടികൾക്ക് റിയൽ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു ഏവിയേഷൻ സ്റ്റുഡൻസിന്. അപ്പോൾ അത് നമുക്ക് എയർപോർട്ടിൽ പോയി അവിടെ കാണാനുള്ള അവസരം അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ കുട്ടികൾക്ക്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നമുക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആണെങ്കിലും 2 ഡേയ്സിൻ്റെ വർക്ക്ഷോപ്സ് കൊടുക്കുന്നുണ്ട്, 10 ഡേയ്സിൻ്റെ വർക്ക്ഷോപ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു 2 ഡേയ്സിൻ്റെ വർക്ക്ഷോപ്പ് തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് 1 ഡേ എയർ സൈഡ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ ഹാൻഡ്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് റിയൽ എക്സ്പീരിയൻസ് കൂടിയാണ്. പിന്നെ അല്ലെങ്കിൽ കാർഗോ, എയർലൈൻസിൻ്റെ കാർഗോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ എയർലൈൻ കാർഗോനെ കുറിച്ചും ഒരു 1 ഡേ ഫുൾ സെഷൻ ഉണ്ടാവും. അവിടുത്തെ പിന്നെ എയർപോർട്ടിൽ തന്നെ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിനവർക്ക് സർട്ടിഫിക്കറ്റ്സും കിട്ടും. തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ സാറേ, ഈ BBA ഏവിയേഷനും കേട്ടിട്ടുണ്ട്, BBA+ ഏവിയേഷനും കേട്ടിട്ടുണ്ട്. അത് തമ്മിൽ എന്താ സാറേ വ്യത്യാസം? നല്ലൊരു ചോദ്യമാണ്. കാരണം BBA ഏവിയേഷനുണ്ട്, BBA+ ഏവിയേഷൻ എന്ന് പറഞ്ഞ കോഴ്സുണ്ട്. BBA ഏവിയേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസ് ചെയ്യുന്ന, അതല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി BBA ഏവിയേഷനിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് BBA ഏവിയേഷൻ കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് BBAയുടെ സബ്ജക്റ്റുകളും വരും, ഇൻക്ലൂഡിങ് ഏവിയേഷൻ്റെ സബ്ജക്റ്റുകളൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കരിക്കുലമായിരിക്കും ഉണ്ടാവുക ഡിഗ്രിയുടെ കൂടെ തന്നെ. അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വരുമ്പോൾ BBA ഏവിയേഷൻ എന്നായിരിക്കും ആ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൽ വരുന്നത്. BBA+ ഏവിയേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ വരുമ്പോൾ BBA എന്ന് പറയുന്ന ഒരു ഡിഗ്രി എന്താണ്, ഒരു മെയിൻ സ്ട്രീമാണ്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ HR-ഉം ഫിനാൻസും മാർക്കറ്റിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് BBA പഠിക്കുന്നത്. അപ്പോൾ അതിന് തനിയെ ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം,
മറ്റുള്ള ജോബുകൾ, അതായത് HR ആയിട്ടും അല്ലെങ്കിൽ ഫിനാൻസ് ഇൻഡസ്ട്രിയിലോ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലോ മറ്റ് ഏതെങ്കിലും ഓൺടർപ്രണറായിട്ടൊക്കെ നമുക്ക് BBA കൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് ജോബിന് പോകാൻ പറ്റും. പ്ലസ് ആയിട്ട് നമ്മൾ ഏവിയേഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണ്, ഏവിയേഷൻ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ തനിയെ നമ്മൾ IATA സിലബസ് ഒക്കെ ഉൾപ്പെടെയുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർക്ക് എന്താണ് ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറോട് കൂടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ട് കിട്ടും. അപ്പം BBA തനിയെ പഠിക്കുന്നു, അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് കരിക്കുലം യൂണിവേഴ്സിറ്റിയാണ് നൽകുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിറങ്ങുമ്പോൾ അവർക്കൊരു ഗ്രാജുവേഷൻ ഡിഗ്രി കിട്ടി തനിയെ. ഇനി അതുകൂടാതെ ഏവിയേഷൻ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്, എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ്. പിന്നെ ഒരു കോഴ്സ് മാത്രം പഠിക്കുന്നതിന് പകരം അതിനോടൊപ്പം തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻക്ലൂഡ് ചെയ്തിട്ട് കോഴ്സുകളുണ്ട്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം അത് സെപ്പറേറ്റ് ആയിരിക്കും അതിന് സർട്ടിഫിക്കേഷൻ വരിക, അതിന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കരിക്കുലം ഉണ്ടാവും, അതിന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഇൻഡസ്ട്രി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പം ശരിക്കും BBA പ്ലസ് ഏവിയേഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഏവിയേഷനിലെ പല സർട്ടിഫിക്കേഷൻസ് കിട്ടുകയും ചെയ്യും, പല എയർലൈൻസിൽ തന്നെ പല ജോബിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും. തീർച്ചയായിട്ടും. അപ്പം ഉദാഹരണത്തിന് ഇപ്പം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെ കൊടുക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BBA ഡിഗ്രിയുടെ കൂടെ തന്നെ ഒരു 5 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം കൊടുക്കാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരിയർ കീസ് എന്ന് പറയുക, അല്ലെങ്കിൽ കരിയർ ഓപ്ഷനായിട്ട് അവർക്ക് ഡിഫറെൻറ്റ് മേഖലകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. ഒരു ഓപ്ഷൻ മാത്രമല്ല അവരുടെ ഉള്ളത്. അപ്പോൾ അത് സ്കിൽഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. മെയിനായിട്ട് ഇപ്പോൾ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ്, അത് ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അത് പഠിച്ചാലുള്ള ഗുണം എന്താണ്, അപ്പോൾ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് എയർപോർട്ടിൻ്റെ ഇൻഡസ്ട്രിയിൽ എയർപോർട്ടിൽ വരുന്ന ജോബുകളൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എയർലൈൻസിൻ്റെ കോഴ്സ് പഠിക്കുന്നുണ്ട് അതിനകത്ത്, എയർലൈൻ മാനേജ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് എയർലൈൻസിൽ ക്യാബിൻ ക്രൂ, കസ്റ്റമർ സർവീസ്, ബാഗേജ് സ്ക്രീനിങ്, സൂപ്പർവൈസിങ്, എയർലൈൻ ടിക്കറ്റിംഗ് അല്ലെങ്കിൽ എയർലൈൻ മാർക്കറ്റിംഗ്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഏരിയയും അവർ കവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർലൈൻസിലും ജോബ് കിട്ടും, എയർപോർട്ടിലും ഒരുപാട് ജോബുകൾ ആ ഒരൊറ്റ കോഴ്സ് വഴി കിട്ടുന്നുണ്ട്. രണ്ടാമത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ കോഴ്സായിട്ട് കിട്ടുകയാണെങ്കിൽ ഹോസ്പിറ്റാലിറ്റി എന്തായാലും ഏവിയേഷൻ്റെ ഒരു പാർട്ടാണ്. കാരണം നമുക്കറിയാലോ, എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കിൻ്റെ ലോഞ്ച് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണം. അപ്പോൾ അതിന് ഹോസ്പിറ്റാലിറ്റി പഠിച്ച ഒരാളെയാണ് എടുക്കുന്നത്. അതുപോലെ ഇൻ്റർനാഷണൽ ലോഞ്ച് ഉണ്ട്. ഇൻ്റർനാഷണൽ ലോഞ്ചിൽ അതേപോലെയുള്ള കുറച്ച് കാറ്റഗറിയുള്ള ആൾക്കാരായിരിക്കും, അവരെ നമ്മൾ ഡീൽ ചെയ്യണം. VIP ലോഞ്ച് ഉണ്ട്. VIP ലോഞ്ച് എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് ആയിരിക്കാം. അപ്പോൾ അവർ വന്ന് അവർ പോകുന്നവരെ അല്ലെങ്കിൽ യാത്ര തുടരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഹോസ്പിറ്റാലിറ്റി പഠിച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ട് എയർപോർട്ടുകളിൽ, ഇൻ്റർനാഷണൽ എയർപോർട്ടുകളാണെങ്കിലും ഡൊമസ്റ്റിക് എയർപോർട്ടിലാണെങ്കിലും ഹോസ്പിറ്റാലിറ്റി അറിയുന്ന ഒരാളാണെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രീസിലും 5 സ്റ്റാർ ഹോട്ടൽസ്, 3 സ്റ്റാർ ഹോട്ടൽസ്, റിസോർട്ടുകൾ, എയർപോർട്ടിൽ തന്നെ വരുന്ന ലോഞ്ചുകൾ, ക്രൂസ് ഷിപ്പുകൾ, വിനോദസഞ്ചാര കപ്പൽ എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ട്രാവൽ ആൻഡ് ടൂറിസം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ട്രാവൽ ആൻഡ് ടൂറിസം കിട്ടുന്നുണ്ട് ഗുണം എന്താണ്, ട്രാവൽ ഇൻഡസ്ട്രി ഏവിയേഷൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ എയർലൈൻ ടിക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അപ്പോൾ ട്രാവൽ ഇൻഡസ്ട്രിയിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ഗൈഡ് ആവാൻ പറ്റും, ഒരു ടൂർ ഗൈഡായിട്ട് അവർക്ക് പാക്കേജസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് അഡ്വഞ്ചറസ് ടൂറിസം, എക്കോ ടൂറിസം, വില്ലേജ് ടൂറിസം, അങ്ങനെ ഡിഫറെൻറ്റ് ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ ഹോട്ടൽസുകളിലും ഓൺലൈൻ ഒരുപാട് ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാൻ എളുപ്പമാണ്. പിന്നെ ഏവിയേഷൻ മാത്രമല്ല, ലോജിസ്റ്റിക്സും കൂടെ ഇതിനോട് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ ഒരു കോഴ്സും കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടും. അപ്പോൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജർ എന്ന കോഴ്സും വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയാണ്. ഇമ്പോർട്ട്, എക്സ്പോർട്ട്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സിൻ്റെ വെയർ ഹൗസുകൾ, അതുപോലെ തന്നെ സീ കാർഗോ, എയർ കാർഗോ, ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിൻ്റെ കോഴ്സും കൂടെ ഈ ഒരു BBAയുടെ കൂടെ കിട്ടുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷനായി. ശരിയല്ലേ? അപ്പം ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ പോകേണ്ടവർക്ക് ആ ടൈമിൽ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ട് എയർലൈൻസിലേക്ക് പോകാം, എയർപോർട്ടിലേക്ക് പോകാൻ പറ്റും. ഹോസ്പിറ്റാലിറ്റി വെച്ചിട്ട് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ പറ്റും. ട്രാവൽ ആൻഡ് ടൂറിസം കൊണ്ട് ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ഒരു 3 വർഷത്തെ ഡിഗ്രിക്കകത്ത് കിട്ടുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കോളൂ, എത്ര മനോഹരമാണല്ലേ? അപ്പോൾ ഇത്രയും കോഴ്സുകൾ 3 വർഷത്തെ സമയം കൊണ്ട് കിട്ടി അവരൊരു ഫയൽ അല്ലെങ്കിൽ ഒരു CV ഉൾപ്പെടെയുള്ള ഒരു കരിയർ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 13ഓളം സർട്ടിഫിക്കേഷൻസ് അവരുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതൊരു ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ അവർക്ക് ഇൻ്റർനാഷണൽ എക്സാമിനേഷൻ, IATA പോലെയുള്ള എക്സാമിനേഷൻ എഴുതാൻ പറ്റുകയാണെങ്കിൽ അതും അവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പം വലിയ വലിയ കമ്പനികൾ, എമിറേറ്റ്സ് അല്ലെങ്കിൽ എത്തിഹാദ് അല്ലെങ്കിൽ ഡെനാറ്റ പോലെയുള്ള വലിയ കമ്പനീസിൽ പോകുമ്പം ഈ ഒരു സർട്ടിഫിക്കേഷൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നീട് അവർക്ക് സമയം എന്ത് ചെയ്യണ്ട, വേസ്റ്റ് ആക്കി എന്നുള്ള ചിന്ത വരുന്നില്ല.
അപ്പോൾ ശരിക്കും ഒരു BBA+ ഏവിയേഷൻ എടുക്കുമ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇത്രയും മേഖലകളിലേക്ക് അവർക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ പിന്നീട് ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ചെലവഴിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് 3 to 4 വർഷം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡിഗ്രി പ്രകാരം 4 വർഷമാണ്. അതെ. അതിൽ കൂടുതലായിട്ട് 3 വർഷമാണ് എല്ലാവർക്കും അറിയാവുന്ന ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിനുള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഗെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് എത്ര സർട്ടിഫിക്കേഷൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും, നമുക്ക് എത്രമാത്രം സ്കിൽസുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും, അതാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഗുണകരമാവുന്നത്. ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ജോബ് കിട്ടാൻ സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലത്ത് പഠിക്കുന്നതാണ് ഏത് വിദ്യാർത്ഥികൾക്കും ലാഭകരവും അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു വേയും. സാർ, അപ്പം ഇപ്പോൾ ഈ സാറ് പറഞ്ഞ കൂട്ടത്തിൽ അയാട്ട സർട്ടിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം നമ്മളിപ്പം പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ് ഏവിയേഷൻ എന്ന് പറയുമ്പം അയാട്ട. ഇത് ഏവിയേഷന് എപ്പോൾ കേട്ടാലും കേൾക്കുന്നതാണ് അയാട്ട എന്നുള്ളൊരു പേര്. അപ്പോൾ ഈ അയാട്ട സർട്ടിഫിക്കേഷൻ ആണോ ശരിക്കും ഒരു ഇൻ്റർനാഷണൽ വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷൻ? തീർച്ചയായിട്ടും. അയാട്ട എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, അത് കാനഡ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്, ഓട്ടോണമസ് ബോഡിയാണ്. അപ്പോൾ ഈ അയാട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വിദേശ രാജ്യങ്ങളിലെ 150-ൽ പരം രാജ്യങ്ങളിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ വളരെയധികം വാല്യൂ ഉള്ളൊരു മേഖലയാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ എത്രമാത്രം യാത്രക്കാർ ഇന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു എന്ന് ഒരു ഡേറ്റ ചോദിക്കുകയാണെങ്കിൽ അത് അയാട്ടയാണ് ആ ഡേറ്റ നമുക്ക് തരുന്നത്. കാരണം അയാട്ട എന്ന് പറയുന്നത് വളരെയധികം ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു ബോഡിയാണ്. അപ്പോൾ അവരുടെ അണ്ടറിൽ വരുന്ന ധാരാളം കോഴ്സുകളുണ്ട് നേരിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വളരെയധികം വാല്യൂ ഉള്ള ഒരു കോഴ്സാണ് അയാട്ടയിൽ. പാസഞ്ചർ ഗ്രൗണ്ട് സർവീസ്, ക്യാബിൻ ക്രൂ, ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, കാർഗോ DGR, അങ്ങനെ തുടങ്ങിയിട്ട് സെർവിൻ ട്രാവൽ കസ്റ്റമർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ AI ഏവിയേഷനിൽ തന്നെ AI ഉൾപ്പെടെയുള്ള കോഴ്സുകളും അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റുഡൻസിന് ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്ന ഏതാണോ ഏരിയ ആ ഒരു പഠിക്കുന്നത് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാം എഴുതിയിട്ട് അയാട്ടയിൽ തന്നെ എന്ത് ചെയ്യാം, ഒരു കോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നിട്ട് ആ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഗ്ലോബലി അവർക്ക് എന്ത് ചെയ്യും, വളരെയധികം വാല്യൂം കിട്ടുന്ന ഒരു കോഴ്സായിട്ട് മാറും. പിന്നെ സാറ് ഇപ്പോൾ പറഞ്ഞു കൂട്ടത്തിൽ ക്യാബിൻ ക്രൂവിൻ്റെ കേസ് പറഞ്ഞല്ലോ. അപ്പം കൂടുതലും നമ്മൾ എൻക്വയറി കണ്ടിട്ടുണ്ട്, പെൺകുട്ടികൾ കൂടുതലും ക്യാബിൻ ക്രൂ ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. തീർച്ചയായിട്ടും. അപ്പം അവിടെ ആണ് പേരൻസിന് ഭയങ്കര ഡൗട്ട്, ഈ ക്യാബിൻ ക്രൂ ആയാൽ എത്ര ഏജ് വരെയാണോ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് റിട്ടയർമെൻറ്റ് എടുക്കേണ്ടി വരുമോ, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ വരാറുണ്ട്. ശരിക്കും അങ്ങനെയുണ്ടോ സാറേ? തീർച്ചയായിട്ടും. ഈ ഏവിയേഷനിലെ ക്യാബിൻ ക്രൂ എന്ന് പറയുന്നൊരു ഗ്ലാമറസ് ജോബാണ്. അതെ. അപ്പോൾ ഗ്ലാമറസ് ജോബ് എന്ന് പറയാൻ കാരണം എയർലൈൻസിൽ മെയിനായിട്ട് എയർലൈൻസിൻ്റെ ഉള്ളിൽ പാസഞ്ചേഴ്സിനെ ഡീൽ ചെയ്യുന്ന ഒരു മേഖലയാണ് ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാബിൻ ക്രൂ തീർച്ചയായിട്ടും ഗേൾസിന് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻഡിഗോ എയർലൈൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ലാഭകരമാവുന്ന രീതിയിൽ അവർ ബിസിനസ്സിൻ്റെ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫ്ലൈറ്റിൽ തന്നെ അവർക്ക് ഓവൻസിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. കാരണം വെയിറ്റ് കുറയ്ക്കുന്ന ഒരു രീതിയാണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇൻഡിഗോ സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതലും ഗേൾസിനെയാണ് അവർ ക്യാബിൻ ക്രൂ ആയിട്ട് എടുക്കാറുള്ളത്. കാരണം നമ്മൾ ക്യാബിൻ ക്രൂവിൻ്റെ മെയിനായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th ആണ്. +2 കഴിഞ്ഞ കുട്ടിക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. 18 വയസ്സ് പ്രായം മുതൽ 31 വരെ ആണ് മാക്സിമം. 26, 31 വരെയൊക്കെ എടുക്കുന്ന കമ്പനികളുണ്ട്. അത് ഡിപ്പെൻഡ് അപ്പോൺ ഓരോ എയർലൈൻസിൻ്റെ ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഒരു 29 to 30 ഇയേഴ്സ് വരെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൽ എടുക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് BMI ആണ്. ബോഡി മാസ് ഇൻഡെക്സ് നോക്കിയിട്ടാണ്, വെയിറ്റും ഹൈറ്റും നോക്കിയിട്ടാണ് ക്യാബിൻ ക്രൂസിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോ എയർലൈൻസിൻ്റെയും അവരുടെ പോളിസിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ചില എയർലൈൻസ് 31 വയസ്സ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗ്ലാമറസ് ജോബാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രായം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്കില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. 31 ഇയേഴ്സ് വരെ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ക്യാബിൻ ക്രൂ. ഇനി അതിനുശേഷം ജോബ് ഇല്ല എന്നല്ല, കാരണം എയർലൈൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പാസഞ്ചർ ഗ്രൗണ്ട് സർവീസ് ആയിട്ടും അവിടുത്തെ സീനിയർ ക്യാബിൻ ക്രൂ അസിസ്റ്റന്റ്, അങ്ങനെ കുറേ ജോബുകൾ വരുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പം ഇത് ക്യാബിൻ ക്രൂവിന് മാത്രമല്ലേ ഉള്ളൂ, ഈ 29-31 വയസ്സെന്നൊക്കെ പറയുന്നത് ക്യാബിൻ ക്രൂവിന് മാത്രമല്ലേ വരുന്നത്? തീർച്ചയായിട്ടും. ബാക്കി എയർപോർട്ടിലെ ഏത് ജോബിനാണെങ്കിലും അതൊരു ബാധകമല്ല. ബാക്കിയുള്ള ഏത് എയർപോർട്ടിൽ ബാക്കി വരുന്ന ഏത് ജോബിനും അതുപോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ക്യാബിൻ ക്രൂ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരാൾക്ക് വളരെയധികം മറ്റുള്ള മേഖല ട്രെയിനേഴ്സായിട്ടും അതുപോലെ തന്നെ ട്രെയിനിങ് മാനേജറായിട്ടൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പാസഞ്ചർ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിനുമായി ബന്ധപ്പെട്ട പല തസ്തികകൾ വരുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സാറേ, ഇപ്പം ഈ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും ഉണ്ടല്ലോ. അപ്പം ഈ കുട്ടികൾ ചോദിക്കാറുണ്ട്, ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ്
ആണെന്നുള്ള പോലെ തന്നെ ഹിന്ദിയും പഠിച്ചിരിക്കണോ, എയർപോർട്ടിലൊരു ജോലി കിട്ടാൻ ഹിന്ദി ഒരു ലാംഗ്വേജ് ആയിട്ട് പഠിക്കണമെന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പർട്ടിക്കുലറായിട്ട് ഒരു സ്ഥലത്ത് വരുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഒരു എയർലൈൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏത് എയർലൈൻസ് ജോബ് കിട്ടിയാലും കേരളത്തിൽ മാത്രം പോസ്റ്റിംഗ് തരണമെന്നില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പം കേരളം മാത്രമല്ല, കർണാടക, മറ്റ് സ്റ്റേറ്റുകൾ, മഹാരാഷ്ട്ര ഉൾപ്പെടെ, ഡൽഹി ഉൾപ്പെടെ പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോസ്റ്റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ കൂടുതൽ നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദി അറിയാവുന്ന ഒരാൾക്ക് പിന്നെ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. നമുക്ക് കൂടുതൽ ലാംഗ്വേജ്, ഈ ഹിന്ദി മാത്രമല്ല, എത്ര ലാംഗ്വേജ് അറിയാമോ അത്രയും നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് കേരളത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പാസഞ്ചറായിട്ട് നമുക്കൊരു കേരളത്തിലൊരു മലയാളിയാണ് വരുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ മദർ ലാംഗ്വേജിൽ അവരെ സംസാരിച്ച് മനസ്സിലാക്കാനും അവരെ ഡീൽ ചെയ്യാനും പറ്റും. എന്നതുപോലെ തന്നെയാണ് മറ്റ് ലാംഗ്വേജ് അറിയുകയാണെങ്കിൽ ആ ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാം. അവരുടെ എന്താണോ നീഡുള്ളത് അത് നമുക്ക് കസ്റ്റമർ ഹാൻഡ്ലിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഹിന്ദി ഒരു നാഷണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് കുറച്ചുകൂടെ പ്രിഫറബിളി പല എയർലൈൻസുകളും ചോദിക്കാറുണ്ട്. അതറിയുന്ന കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോബിലേക്ക് എൻ്റർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഹിന്ദിയും ഇംഗ്ലീഷും. പിന്നെ എത്ര അഡീഷണൽ ലാംഗ്വേജ് ഉണ്ടെങ്കിലും അത്രയും നല്ലതല്ലേ, അത്രയും ബെനിഫിറ്റ് ആണ്. ഓക്കെ. പിന്നെ സാർ ഇപ്പം സാറ് 2-3 സർട്ടിഫിക്കേഷൻ കിട്ടുന്ന കാര്യം പറഞ്ഞല്ലോ, ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ ആൻഡ് ടൂറിസം, എയർലൈൻ, എയർപോർട്ട് മാനേജ്മെൻറ്റ്, ക്യാബിൻ ക്രൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ട്രാവൽ ആൻഡ് ടൂറിസം എന്നുള്ള സർട്ടിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ ആണെങ്കിലും ഇപ്പം ഒരു ടിക്കറ്റ് എടുക്കാനൊക്കെ ആണെങ്കിൽ അക്ബർ ട്രാവൽസ് പോലുള്ള ഏതെങ്കിലും ട്രാവൽ ഏജൻസി ആയിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് വേണമെങ്കിൽ ചെയ്യും. അപ്പോൾ ഇതേപോലെ ഈ കോഴ്സ് പഠിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഈ ട്രാവൽ ഏജൻസിയോ അങ്ങനെയൊക്കെ തുടങ്ങാൻ സാധിക്കുമോ ഈ ഒരു കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ വെച്ച്? തീർച്ചയായിട്ടും. അത് അയാട്ടയിൽ തന്നെ ഈ ട്രാവൽ ആൻഡ് ടൂറിസവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഈ പറഞ്ഞ നമ്മൾ അറിയപ്പെടുന്ന ഏതെങ്കിലും ട്രാവൽ ഏജൻസിൻ്റെ സബ് കോൺട്രാക്ട് ബേസിലുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം. നമുക്ക് ബൾക്ക് ടിക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പല സോഫ്റ്റ്വെയർസുകളുണ്ട്. അത് ഉപയോഗിച്ചിട്ട് അപ്പം ഈ ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കുന്ന സമയത്ത് പിന്നെ നമുക്കിതിനകത്ത് സോഫ്റ്റ്വെയർസ് ഉണ്ട്, കുറച്ച് അമേഡിയസ്, ഗലീലിയോ, സൈബ്ര എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതുവഴിയാണ് കൂടുതലും ബൾക്ക് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ബൾക്കായിട്ട് യാത്രക്കാരുമായിട്ട് ഇപ്പോൾ മലേഷ്യയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ തായ്ലൻഡ് അങ്ങനെയുള്ള വിദേശ രാജ്യത്തേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ പോകാറുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഓണ്ടർപ്രണേഴ്സ് എന്ന നിലയ്ക്ക് അവർക്ക് സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി തുടങ്ങാം. അങ്ങനെ ടിക്കറ്റിംഗ് ബുക്ക് ചെയ്യാം, അവരെ ഗൈഡായിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് ഇത്ര ദിവസത്തെ പാക്കേജ് ആക്കി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതൊരു ബിസിനസ്സായിട്ട് തന്നെ കണക്ക് കൂട്ടി വലിയ ബിസിനസ്സാണല്ലോ ഈ ടൂറിസം. കോവിഡിന് ശേഷം വളരെയധികം ബൂമായിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ വിദേശത്തേക്ക് പഠനത്തിന് വേണ്ടി പോകുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട്, ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾ. അവർ യൂറോപ്യൻ കൺട്രീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം 1-2 ലക്ഷം പേരല്ല, ധാരാളം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ട്രാവൽ ആൻഡ് ടൂറിസം വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അതറിയാവുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വിസ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും, അവരുടെ ടിക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കേരളത്തിലെ ഒരു ട്രെൻഡ് പ്രകാരം ധാരാളം ഫാമിലീസും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ ധാരാളം വിസിറ്റ് പോകാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആ ഒരു പിന്നെ കൃത്യമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഓണ്ടർപ്രണറായിട്ട് നിന്നുകൊണ്ട് അവർക്ക് ധാരാളം നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ട്രാവൽ ആൻഡ് ടൂറിസം കൊണ്ട് തന്നെ ഉണ്ടാവും. ഓക്കെ സാർ, അപ്പം ഇതൊക്കെ ഒരു പുതിയ അറിവാണ്. കാരണം നമ്മൾ ഏവിയേഷൻ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു കോഴ്സും കൂടി കിട്ടാന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അത് അവർക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണല്ലോ കുട്ടികൾക്ക് കിട്ടുന്നത്. പിന്നെ സാർ നമ്മളിപ്പം BBA ഏവിയേഷനും പഠിക്കുന്നുണ്ട്, അതേപോലെ BComൻ്റെ കൂടെ ഏവിയേഷൻ കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം അത് വേറൊരു എന്താ പറയുക അക്കൗണ്ടിങ് ഫീൽഡിലുള്ള ഒരു ഡിഗ്രി ആണല്ലോ ഈ BCom എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഏവിയേഷൻ പഠിച്ചാലും സെയിം തന്നെയല്ലേ, വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ? യെസ്. അപ്പോൾ ഈ ഏവിയേഷൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രി എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ജോലി കിട്ടണം, എല്ലാവരുടെയും ആഗ്രഹം ജോബാണല്ലോ. അപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇന്നുണ്ട്. കാരണം പണ്ടത്തെ പോലെയല്ല, ഒരുപാട് വിമാന കമ്പനികൾ, അതുപോലെ തന്നെ പല പ്രോജക്റ്റുകൾ, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുള്ള റീജിയണൽ കണക്ടിവിറ്റി സ്കീം എന്ന് പറയുന്ന പ്രോജക്റ്റ്. അപ്പോൾ അത് പ്രകാരം ഏകദേശം 100-ൽ പരം അല്ലെങ്കിൽ 300ഓളം എയർപോർട്ടുകൾ നമ്മൾ ചെറിയ ചെറിയ സിറ്റികളിലും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹെലിപാഡുകൾ, അതുപോലെ തന്നെ സീ പോർട്ടുകൾ. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് സീ പോർട്ട് എന്ന് പറയുന്നത്. സീ പ്ലെയിനുകൾ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ട് വേമ്പനാട് പോലെയുള്ള പല ടൂറിസം പദ്ധതികൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഏവിയേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്. കൂടുതലായിട്ടും എയർപോർട്ടുകൾ വരുമ്പോൾ ഉഡാൻ പദ്ധതി ഇങ്ങനെയുള്ള കുറേ പദ്ധതികളുണ്ട്. അപ്പം ഉഡാൻ പദ്ധതിയിൽ ഇപ്പം നമ്മൾ കേരളത്തിൽ വരാൻ പോകുന്ന 4ാമത്തെ എയർപോർട്ടാണ് ശബരിമല എയർപോർട്ട് എന്ന് പറയുന്നത്. ശബരിമല എയർപോർട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെയും ഇങ്ങനെ 100-ൽ പരം എയർപോർട്ടിൽ വരുമ്പം ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരും.
ഇനി എയർപോർട്ട് മാത്രമല്ലല്ലോ, എയർപോർട്ട് കൂടുന്നതിനനുസരിച്ച് എയർലൈൻസുകൾ വിമാനങ്ങൾ കൂടുതലായിട്ട് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിലവിലുള്ള ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള ആകാശ പോലെയുള്ള എയർലൈൻസുകളൊക്കെ വിമാനങ്ങൾ കൂടുതലായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എയർലൈൻസ് ധാരാളം വിമാനങ്ങൾ മേടിക്കുമ്പോൾ അവിടെ ക്യാബിൻ ക്രൂവും കസ്റ്റമർ സർവീസും ഈ പറഞ്ഞ ബാഗേജും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ബൂമാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി ഇന്ന് നിൽക്കുന്നത്. ലോകത്തിൽ തന്നെ 3rd ലാർജസ്റ്റ് ഏവിയേഷൻ മാർക്കറ്റാണ് ഇന്ത്യ. പക്ഷേ 2030 ആകുമ്പം അത് 1ാം സ്ഥാനത്തേക്ക് വരാൻ വലിയ സാധ്യതയുള്ളൊരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു സ്കോപ്പുണ്ട്. ആ ഒരു ജോബിന് ഓപ്പർച്യൂണിറ്റീസ് കണ്ടിട്ടാണ് വിദ്യാർത്ഥികൾ ഏവിയേഷനിലേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റ് ആവുന്നത്. അതൊരിക്കലും താഴോട്ട് പോകുന്നൊരു മേഖലയല്ല, മുമ്പോട്ട് പോകുമ്പം നല്ല ബൂമായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വരുന്ന ആർക്കും, ഏത് വിദ്യാർത്ഥിക്കും ഡിഗ്രി എന്ന് പറയുന്നത് ഏത് ഡിഗ്രി ആവണം എന്നുള്ളൊരു മാനദണ്ഡം ഇല്ല. അപ്പോൾ എനി ഡിഗ്രി ക്യാൻ ജോയിൻ ഏവിയേഷൻ കോഴ്സ് അല്ലെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരാം. അപ്പോൾ അത് BBA ആവാം, BCom ആവാം, അല്ലെങ്കിൽ ഏത് ഡിഗ്രിക്കാരനും. ഇനിയിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് അവർക്ക് 100% വാതിലുകൾ ഓപ്പണാണ്. അവർക്ക് 100% വരാൻ പറ്റും. അതുകൊണ്ടാണ് അവർക്ക് BCom കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥി ഇനിയിപ്പോൾ നാളെ ഒരു ഓപ്ഷൻസ് വരാണ്, അവർക്ക് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഏവിയേഷൻ കോഴ്സിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ആ ജോബിന് അവർ ആപ്റ്റാണ്. സാർ, ഇപ്പോൾ കോളേജുകളിൽ ഗ്രൂമിങ്സ് കൊടുത്താണല്ലോ കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നേ ഗ്രൂമിങ്സ് കൊടുക്കുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടി, എനിക്ക് തോന്നുന്നു, അവർ ആ ഒരു രീതിയിലേക്ക് വരികയും ചെയ്യും. പിന്നീട് അവർക്ക് എളുപ്പമായിരിക്കും. യെസ്. അപ്പം ചില സമയത്ത് കണ്ടിട്ട് കുട്ടികൾക്ക് ഈ ഗ്രൂമിങ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. കാരണം ഇപ്പം ഭയങ്കര സ്റ്റൈലായിട്ട് നടക്കണം, ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു, പറഞ്ഞാലും കുട്ടികൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവാറില്ല, ഗ്രൂമിങ് ചെയ്യുന്നതിൻ്റെ സീരിയസ്നെസ്. അപ്പം അങ്ങനെ ചെയ്താലല്ലേ കുറച്ചുകൂടി കുട്ടികൾ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി പഠിക്കുന്ന സമയത്തെ അങ്ങനെ ഗ്രൂംഡ് ആയി വന്നാലല്ലേ അവർക്ക് ആ ഒരു ജോബിലേക്ക് കയറുമ്പോഴും ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഗ്രൂമിംഗ് കൊടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏത് ഇൻഡസ്ട്രിയിലും, അത് ഏവിയേഷൻ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രീസിലും നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഈ പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂവേഴ്സ് നോക്കുന്ന ഒരു കാര്യമാണ് ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ്സിനകത്ത് മെയിനായിട്ട് ഇപ്പം എയർലൈൻസ് നോക്കുവാണെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏവിയേഷൻ ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ് വേറെയാണ്, മറ്റ് പുറത്തു വരുന്ന ബാക്കിയുള്ള കമ്പനികളുടെ ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ്സ് വേറെയാണ്. അപ്പോൾ ഏവിയേഷൻ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ്സ് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് തുടക്കം മുതൽ പോകുമ്പോൾ മാത്രമാണ് അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്യാബിൻ ക്രൂസിന് പോവുകയാണെങ്കിൽ ടാറ്റൂസ് പാടില്ല എന്നുള്ളതാണ്. ചില ആൾക്കാരൊക്കെ ടാറ്റൂസ് ഇങ്ങനെ ഒട്ടിക്കാറുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ക്യാബിൻ ക്രൂവിന് ഒരിക്കലും പറ്റില്ല. പിന്നെ അതുപോലെ നമുക്ക് ഫേഷ്യലായിട്ട് കറക്റ്റ് ചെയ്യേണ്ട കുറച്ച് ഗ്രൂമിങ്ങിൻ്റെ കിറ്റുകളൊക്കെ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് ഗ്രൂമിങ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഹെയർ ആണെങ്കിൽ ഹെയറിൻ്റെ സ്റ്റൈൽ, അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഡ്രസ്സിങ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ പോലും അതിലെല്ലാം ഈ ഗ്രൂമിങ് അടങ്ങിയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഏവിയേഷനിൽ ക്യാബിൻ ക്രൂവിലാണെങ്കിലും കസ്റ്റമർ സർവീസിലാണെങ്കിലും ഏത് ഏരിയയിൽ പോയാലും ഗ്രൂമിങ് അവർ മെയിനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചില വിദ്യാർത്ഥികൾ നമ്മൾ മനസ്സിലാക്കുന്നത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ക്ലാസ്സുകൾ കോളേജിൽ കൊടുക്കുന്നുണ്ടെങ്കിലും ഇവരതിന് പിന്നെ ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഒരു താല്പര്യം കൂടുതലായിട്ട് കാണിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, കാരണം നമ്മൾക്ക് ഇത് ലൈഫിലേക്കുള്ള കരിയറിലേക്കുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കരിയറിലേക്ക് നമുക്കൊരു ജോലി വേണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, ആ ഗ്രൂമിങ് പഠിക്കുന്നതിനോടൊപ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് എല്ലാ ദിവസവും ഗ്രൂംഡായിട്ട് നമ്മൾ വരണം. ഒരാൾ എന്നെ നോക്കുമ്പോൾ എങ്ങനെയാണ് എന്നെ അവർ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ എന്നെ കാണുന്ന സമയത്ത് ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഡ്രസ്സാണോ ഞാൻ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മാന്യമായിട്ടുള്ള രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സിലാണോ ഞാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആ 3 വർഷവും, ഡിഗ്രി 3 വർഷം പഠിക്കുന്ന സമയത്തും ആ 3 വർഷവും നമ്മൾ ഡെയിലി വരുന്നത് നോർമൽ കോളേജിൻ്റെ യൂണിഫോം ആണെങ്കിലും ഏവിയേഷൻ യൂണിഫോമിലാണെങ്കിലും നമ്മൾ ആ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് അതുപോലെ തന്നെ പാലിച്ചിട്ട് വേണം ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും വരാൻ. അപ്പം അങ്ങനെ വരുന്നുണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അത് വിദ്യാർത്ഥികൾക്ക് തന്നെയാണ്. കാരണം പിന്നീട് നമ്മളൊരു എയർപോർട്ടിലെ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ തന്നെ പല ഇഷ്യൂസിലും അങ്ങനെ എയർപോർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില വിദ്യാർത്ഥികൾ ഷൂസ് പല കളറിലായിരിക്കും ധരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ എല്ലാ കോട്ടും സ്യൂട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ നമ്മൾ താഴോട്ട് നോക്കുന്ന സമയത്ത് ചെരുപ്പിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഷൂവിന് പകരം ഒരു ചപ്പലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു സ്റ്റാൻഡേർഡ് മാറി. അപ്പോൾ അവർ കോളേജുകളെ ആയിരിക്കും വിലയിരുത്തുന്നത്, ഇവർക്ക് ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് ഒന്നും പക്കയായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും കോളേജിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ ആ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് അവരെല്ലാവരും കൂടിയിട്ട് ഒരു ബാച്ചിൽ ഒരു ക്ലാസ് റൂമിലായിരിക്കും പഠിക്കുക. അപ്പോൾ എല്ലാവരും ഒരുപോലെയുള്ള ഷൂസുകളും ഒരുപോലെയുള്ള ഡ്രസ്സ്, യൂണിഫോംസ്, ഹെയർ സ്റ്റൈൽസ് ഇതെല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ആ ഒരു നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥാപനത്തിന് ഒരു നല്ല പേരാണ്.
അത് പോയി ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ആ ഒരു ഓരോ കോളേജിൻ്റെയും പേരുകൾ ഉയർത്താൻ സഹായിക്കുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാക്റ്റാണ്, വലിയൊരു ഘടകമാണ്. കാരണം അതിനകത്താണ് നമ്മുടെ കോളേജിൻ്റെ ഫേസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫേസ് എന്ന് പറയുന്നത്. സാർ, നമ്മളിപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പ്രമുഖമായിട്ടുള്ള പല കോളേജുകളും കാണാറുണ്ട്. BBA പ്ലസ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സാണ് മെയിനായിട്ട് കാണുന്നത്. ഇപ്പോൾ എന്തിനാണ് സാർ ഈ BBAയുടെ കൂടെ ഏവിയേഷനും ലോജിസ്റ്റിക്സും കൂടെ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇത് തമ്മിൽ കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? അതേപോലെ കുട്ടികൾ ഇത് ചൂസ് ചെയ്യുന്നതിൽ കുട്ടികൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. കാരണം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, BBAയുടെ കൂടെ ഏവിയേഷൻ മാത്രം പഠിച്ചാൽ പോരെ, പിന്നെന്തിനാണ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കൂടെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കോളേജുകൾക്കല്ല ബെനിഫിറ്റ് ഉള്ളത്, അത് വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് ബെനിഫിറ്റ് ഉള്ളത്. അതിന് കാരണം നമ്മളൊരു BBA ഡിഗ്രി പഠിക്കുന്നുണ്ട്. ആ BBA ഡിഗ്രി പഠിക്കുന്നത് കൊണ്ട് അത് യൂണിവേഴ്സിറ്റി കരിക്കുലം വെച്ചിട്ട് അവർക്കൊരു ഗ്രാജുവേഷൻ ഡിഗ്രി കിട്ടുന്നുണ്ട്. ആ ഡിഗ്രി കൊണ്ട് തന്നെ മാത്രം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്കിവിടെ. പക്ഷേ അതിനോടൊപ്പം രണ്ട് മേഖലയെ മെയിൻ സ്ട്രീമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് അവർക്ക് സ്കിൽഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനും അവർക്ക് ജോബിന് ഉപകരിപ്പിക്കുന്ന രീതിയിലാണ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അത് പല കോളേജുകളും അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം അതിൻ്റെ സർട്ടിഫിക്കേഷൻസും അതിൽ വരുന്ന കോഴ്സിൻ്റെ സിലബസും അതിൻ്റെ ഔട്ട്കം, ഈ പഠിക്കുന്ന സമയത്തുള്ള ഔട്ട്കം, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു കോഴ്സ് അല്ലെങ്കിൽ കോളേജ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിനായിട്ട് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പഠിക്കുമ്പം ഏവിയേഷൻ എന്ന് പറയുന്നത് ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം അതിനൊരു കാലയളവുണ്ടാവും. അത് കോളേജുകളാണ് തീരുമാനിക്കുക. ആ പഠിക്കുന്ന സമയത്താണ് ഏവിയേഷൻ മൊത്തത്തിൽ പഠിക്കുക. രണ്ടാമത്തെ സെക്ഷനാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് അടുത്ത വർഷമായിരിക്കും. സാധാരണ ഞാൻ കാണുന്നത് ഫസ്റ്റ് ഇയർ ഏവിയേഷനും സെക്കൻഡ് ഇയർ ലോജിസ്റ്റിക്സും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഏവിയേഷൻ പഠിക്കുന്ന സമയത്ത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ ഏവിയേഷൻ എന്ന് പറയുന്നതിനകത്ത് മെയിൻ സ്ട്രീമിൽ വരുന്ന ഒരു കോഴ്സാണ് എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ്. അത് ഒരു കോഴ്സാണ്. ആ ഒരു കോഴ്സിൽ നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വരുന്ന എയർലൈൻ, എയർപോർട്ട് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ, കസ്റ്റമർ സർവീസ്, ബാഗേജ് സ്ക്രീനിങ്, സൂപ്പർവൈസിങ്, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് മേഖലകളിൽ ജോബ് കിട്ടാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അത് നമുക്ക് അയാട്ട സിലബസ് എടുക്കുവാണെങ്കിൽ, അയാട്ടയും കൂടെ കിട്ടുവാണെങ്കിൽ വളരെയധികം ഗ്ലോബൽ എക്സ്പോഷറും കൂടെ അതിനകത്ത് കിട്ടും. ഇനി ഏവിയേഷൻ പഠിക്കുന്ന സമയത്ത് രണ്ടാമതൊരു സർട്ടിഫിക്കേഷൻ അഡീഷണൽ ആയിട്ട് ട്രാവൽ ആൻഡ് ടൂറിസം, അങ്ങനെ ഒരു കോഴ്സ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കുന്നത് ഏവിയേഷനുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ട്രാവൽ ഇൻഡസ്ട്രീസിൽ ധാരാളം 5 സ്റ്റാർ ഹോട്ടൽസുകൾ, 3 സ്റ്റാർ ഹോട്ടലുകൾ, അതുപോലെ തന്നെ ടിക്കറ്റിംഗ് ഏജന്റുമാർ, അങ്ങനെ ഒരുപാട് മേഖലയുണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ടൂറിസമായിട്ട് സ്വന്തമായിട്ട് ഗൈഡ് ആവാം, അങ്ങനെ ഓണ്ടർപ്രണർഷിപ്പ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം കിട്ടുന്നുള്ള ഗുണം അതാണ്. ഇനി ഹോസ്പിറ്റാലിറ്റി അതിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റാലിറ്റി വെച്ചിട്ടും ധാരാളം എയർപോർട്ടിൽ തന്നെ ഡൊമസ്റ്റിക് ലോഞ്ചുകളുണ്ട്, ഇൻ്റർനാഷണൽ ലോഞ്ചുണ്ട്, അതുപോലെ തന്നെ VIP ലോഞ്ചുകളൊക്കെ ഉണ്ട്. പിന്നെ ധാരാളം എയർപോർട്ടിൽ തന്നെ അതിന് റീറ്റെയിൽ ഷോപ്പുകളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പോൾ ഏവിയേഷൻ മാത്രം പഠിക്കുമ്പോൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സിൽ ഏവിയേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ തന്നെ അഡീഷണലായിട്ട് വീണ്ടും 3 കോഴ്സുകളും അവർ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇത്രയും മേഖലയിൽ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഇനി ഏവിയേഷൻ്റെ കഴിഞ്ഞാൽ ആ ടൈം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നൊരു മേഖലയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നാണ് മൊത്തത്തിൽ പറയുക. അപ്പം ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് വെയർ ഹൗസുകളുണ്ട്. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്നും ഉപഭോക്താവിലേക്ക് എത്തുന്ന വലിയൊരു ഒരു നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഒരു മേഖലയാണ്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ കണക്ട് ചെയ്യുന്ന സീ കാർഗോ, എയർ കാർഗോ, വെയർ ഹൗസുകൾ, ഇതെല്ലാം ലോജിസ്റ്റിക്സിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്നൊരു മേഖലയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിൽ വിഴിഞ്ഞം പോലെയുള്ള പോർട്ടുകളൊക്കെ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ലോജിസ്റ്റിക്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എയർലൈൻ കാർഗോയിലും കയറാം. ഏവിയേഷനിൽ തന്നെ അത് നമുക്ക് ഏവിയേഷൻ കൊണ്ട് ഏവിയേഷനിൽ കയറുന്നുണ്ട്. ലോജിസ്റ്റിക്സിൻ്റെ കാർഗോ ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ തന്നെ കാർഗോ സെക്ഷനിൽ വർക്ക് ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് സീ കാർഗോയിലും മറ്റ് മേഖലയിലും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും കൊണ്ടുള്ള ഗുണം എന്താണ്? അപ്പോൾ 3 വർഷം ഡിഗ്രി പഠിക്കുന്നതിൻ്റെ കൂടെ ഒരു 5 സർട്ടിഫിക്കേഷൻസും അല്ലെങ്കിൽ 5 കോഴ്സുകളും 13 സർട്ടിഫിക്കേഷൻസൊക്കെ ഉള്ള വലിയൊരു കോഴ്സ് ആണ് നമുക്ക് ഒരുമിച്ച് കിട്ടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ബെനിഫിഷ്യൽ ആവുന്നത് ആരാണ്? പേരൻസിനും സ്റ്റുഡൻസിനും ആ കൊടുക്കുന്ന ഫീസിന് വലിയൊരു വർത്തായിരിക്കും കിട്ടുന്നത്. ശരിക്കും അപ്പം പല സ്ഥാപനങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കുട്ടികൾ ചൂസ് ചെയ്യേണ്ടത് എത്ര സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു എന്ന് നോക്കിയിട്ടായിരിക്കും. തീർച്ചയായിട്ടും ഓരോ കോളേജുകളിൽ എങ്ങനെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. യെസ്. അപ്പോൾ അത് നമ്മൾ പിന്നെ
വ്യക്തമായിട്ടുള്ള ഗൈഡൻസോട് കൂടിയിട്ടാണ് വിദ്യാർത്ഥികൾ ആ കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കോളേജിൽ ചെല്ലുന്ന സമയത്ത് വ്യക്തമായിട്ട് അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, മുമ്പ് വിദ്യാർത്ഥികളുടെ ടെസ്റ്റിമോണിയൽസ് അല്ലെങ്കിൽ അവർ കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് നോക്കി അതിൻ്റെ സിലബസ് മനസ്സിലാക്കി ഔട്ട്കംസ് മനസ്സിലാക്കി അങ്ങനെ ഒരു കോഴ്സ് നമ്മൾ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞ ലോജിസ്റ്റിക്സിൻ്റെ കേസ് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അപ്പം ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ ലോജിസ്റ്റിക്സിനെ? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയാൻ കാരണം ലോജിസ്റ്റിക്സിൻ്റെ ഏറ്റവും വലിയ പാർട്ടാണ്. കാരണം ഒരു പ്രൊഡക്റ്റ്, ഇപ്പം നമ്മൾ ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വാഹനങ്ങളായിക്കോട്ടെ, എന്ത് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അത് എല്ലാ സാധനങ്ങളും നമ്മൾ മനുഷ്യൻ അല്ലെങ്കിൽ നമ്മളായിട്ട് എല്ലാ ജനങ്ങളും ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളായിരിക്കും. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ആ പ്രൊഡക്റ്റുകൾ റോ മെറ്റീരിയൽസ് ആവാം, എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ഒരു ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്നും ഉപഭോക്താവിലേക്ക്, കസ്റ്റമറിലേക്ക് ആ സാധനം, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ആമസോണിൽ കൂടെ ഓർഡർ ചെയ്യുന്നു. ആ ഓർഡർ ചെയ്തിട്ട് ഒരു 5 days ആയിരിക്കും നമ്മുടെ കയ്യിലേക്ക് എത്താനുള്ള സമയം. അപ്പോൾ ഇതിനുള്ളിൽ ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അത് സപ്ലൈ ചെയിനുമായി ബന്ധപ്പെട്ടാണ്. അതായത് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ വിദേശത്തായിരിക്കാം. അപ്പോൾ അതിന് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇമ്പോർട്ട് നടക്കണം. അപ്പോൾ ഇമ്പോർട്ടായിട്ട് വരുന്ന സാധനം ചിലപ്പോൾ സീ കാർഗോ വഴിയായിരിക്കും വരുന്നത്, എയർ കാർഗോയിലായിരിക്കും വരുന്നത്. വന്നതിന് ശേഷം അതിനെ റോഡ് വേസിൽ കൂടെ, അതായത് റോഡ് വേയിൽ നമ്മൾ സാധാരണ കണ്ടെയ്നേഴ്സൊക്കെ വാഹനങ്ങളൊക്കെ കാണാൻ പറ്റും. റെയിൽ മാർഗം ഈ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടെയ്നേഴ്സിലാക്കി ഓരോ വെയർ ഹൗസുകളിലേക്ക് ഓരോ പ്രൊഡക്റ്റുകൾ എത്തിക്കും. അത് ആമസോണിൻ്റെ ആവാം, ഫ്ലിപ്കാർട്ടിൻ്റെ ആവാം, പല കമ്പനികളുടെ ആവാം. അവിടെ വന്നതിന് ശേഷം ഓരോ പ്രൊഡക്റ്റുകളും വേർതിരിച്ചതിന് ശേഷം നമ്മൾ എന്താണോ ബുക്ക് ചെയ്തിട്ടുള്ളത് ആ പ്രൊഡക്റ്റിനെ പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്തതിന് ശേഷം ഒരു ഡെലിവറി ബോയ് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കരങ്ങളിലേക്ക് കൊണ്ടുതരുന്നു. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ചെയിൻ പ്രോസസ് ആയത്. യെസ്, ഒരു ചെയിൻ പ്രോസസ്സാണ്. ഓക്കെ സാർ, ഇപ്പം അതേപോലെ പണ്ടൊട്ടെ ലോജിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഷിപ്പിൽ ജോലിക്ക് വേണ്ടിയിട്ടാണ് ലോജിസ്റ്റിക്സ് പഠിക്കുക. സാധാരണ പേരൻസ് ഒക്കെ വന്നിട്ട് ചോദിക്കും, ഷിപ്പിൽ ജോലി കിട്ടാനല്ലേ ലോജിസ്റ്റിക്സ് പഠിക്കേണ്ടതെന്ന്. അപ്പം അതൊരു ശരിക്കും ഒരു തെറ്റിദ്ധാരണയല്ലേ? ശരിക്കും ഷിപ്പിൽ ജോലി കിട്ടാനാണോ നമ്മൾ ലോജിസ്റ്റിക്സ്? അല്ല, അത് ഷിപ്പിൽ എന്ന് പറയുന്നത് ഇപ്പം ഷിപ്പിൽ വരുന്ന ക്യാപ്റ്റൻ ഉണ്ടാവാം, അത് മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് അല്ലെങ്കിൽ മറൈൻ DG ഷിപ്പിംഗ് പോലെയുള്ള ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ഉണ്ട്. അത് ടെക്നിക്കൽ സൈഡും ഈ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഷിപ്പ് ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട പല കോഴ്സുകളാണ്. ലോജിസ്റ്റിക്സിൽ നമ്മൾ ഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടാണ്. കാരണം നമ്മൾ കമ്മോഡിറ്റീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലോജിസ്റ്റിക്സ് മാർഗ്ഗമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സീ കാർഗോ അല്ലെങ്കിൽ എയർ കാർഗോ നടക്കുന്നത്, ഇമ്പോർട്ട് എക്സ്പോർട്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഫാക്ടർ ഇത് കണക്റ്റഡ് ആണ്. ഷിപ്പിൽ കണക്റ്റ് ആവുന്നത് എങ്ങനെയാണ്? അത് കണ്ടെയ്നേഴ്സുമായി ബന്ധപ്പെട്ടാണ്. ബട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഓരോ പ്രൊഡക്റ്റിനും സിമിലർ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് അല്ല പോകുന്നത്. നമുക്ക് വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസിന് അതിനനുസരിച്ചുള്ള ടെമ്പറേച്ചറുള്ള എന്തായിരിക്കണം, കണ്ടെയ്നേഴ്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതുപോലെ റോ മെറ്റീരിയൽസിന് സേഫ്റ്റി പല കാര്യങ്ങളുണ്ട്. വാഹനങ്ങൾ വരുന്നതിന് അതിൻ്റെ കണ്ടെയ്നേഴ്സിന് പോകുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സുകളുണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സ് ബുക്ക് ചെയ്യുക, ആ കണ്ടെയ്നേഴ്സിൻ്റെ പ്രോഡക്റ്റ് കറക്റ്റാക്കി അതിനുശേഷം അത് ലോജിസ്റ്റിക്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഷിപ്പിൽ നമ്മുടെ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ പലരുടെയും വിശ്വാസം അങ്ങനെയായിരുന്നു, ഷിപ്പിൽ ജോലി കിട്ടാനാണ് ലോജിസ്റ്റിക്സ് പഠിക്കുക. അല്ല, പോർട്ടുകളിലാണ് മെയിനായിട്ട് വരുന്നത്. പോർട്ടുകളിലാണ്, ലോജിസ്റ്റിക്സിൻ്റെ പോർട്ടുകളിലാണ് ലോജിസ്റ്റിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. കാരണം പോർട്ട് എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ്. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്, കൊച്ചി പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഷിപ്പിലാണ് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ ഷിപ്പിൽ ഒരു പ്രൊഡക്റ്റ് പോകണമെങ്കിൽ ധാരാളം പ്രൊഡക്റ്റുകൾ സമാഹരിച്ച് അതൊരു കണ്ടെയ്നേഴ്സ് ആക്കിയിട്ടാണ് ഷിപ്പിൽ കയറ്റുന്നത്. അപ്പോൾ ഇതിൽ ലോജിസ്റ്റിക്സിൻ്റെ ആൾക്കാരാണ് ഈ കണ്ടെയ്നേഴ്സ് മുഴുവനായിട്ടും ഹാൻഡിൽ ചെയ്യുന്നതും അതിനെക്കുറിച്ച് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് ലോജിസ്റ്റിക്സിൽ ഷിപ്പിനുള്ളിലല്ല വർക്ക് വരുന്നത്, നമ്മുടെ ഷിപ്പ് യാർഡുകളിലും അല്ലെങ്കിൽ നമ്മളുടെ കണ്ടെയ്നർ പോർട്ടുകളിലാണ് വരുന്നത്, വെയർ ഹൗസുകളിലാണ്. അതേപോലെ ഇപ്പം ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എങ്കിലും പേരൻസ് ഇപ്പോഴും ചോദിക്കുന്നതാണ്, പെൺകുട്ടികൾക്ക് ലോജിസ്റ്റിക്സിൽ സാധ്യതയുണ്ടോ എന്ന്. ഇപ്പം അങ്ങനൊരു ജെൻഡർ വേർതിരിവില്ല, ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളതില്ല. എങ്കിലും നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, ലോജിസ്റ്റിക്സ് എടുത്താൽ പെൺകുട്ടികൾക്ക് സാധ്യതയുണ്ടോ, ആൺകുട്ടികൾക്കല്ലേ കൂടുതൽ സാധ്യത? തീർച്ചയായിട്ടും അത് ഗേൾസിനും ഒരുപാട് ഓപ്പർച്യൂണിറ്റിയുള്ള മേഖലയാണ്. കാരണം അതെന്തുകൊണ്ടാണ് പേരൻസ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ നമ്മൾ ഗൈഡൻസ് എടുക്കുമ്പം പല ആൾക്കാരും പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് ലോഡിങ് അൺലോഡിങ് എന്ന് പറയുന്ന കാര്യമാണ് കൂടുതലായിട്ട് ലോജിസ്റ്റിക്സിൽ വരുന്നതെന്നുള്ളത്. ഒരിക്കലുമല്ല. ലോഡിങ് അൺലോഡിങ് എന്ന് പറയുന്നത് ചില പ്രൊഡക്റ്റുകളുടെ പാർട്ടാണെങ്കിലും കൂടുതലായിട്ടും ഈ സപ്ലൈ ചെയിൻ ഒക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ പാക്കിങ്, ഓരോ പ്രൊഡക്റ്റുകളും ചെറുത് മുതൽ വലിയ ഐറ്റം വരെയും പാക്ക് ചെയ്യണം, അതിനെ സ്കാൻ ചെയ്യണം,
അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സിസ്റ്റം പ്രവർത്തിക്കണം. അപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ടും ഗേൾസിന് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന ജോബുകളാണ്. അപ്പോൾ ഇതിലെ മാനേജർ ആവാൻ പറ്റും, സെയിൽസ് മാനേജർ ആവാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ വെയർ ഹൗസിൻ്റെ മാനേജർ ആവാം, സൂപ്പർവൈസർമാരാവാം. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഗേൾസിന് മാത്രമായിട്ട് അവിടെ ഉണ്ട്. അത് ബോയ്സിനും ഗേൾസിനും തത്തുല്യമായിട്ട് തന്നെയാണ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ലോജിസ്റ്റിക്സിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ അദാനി വെയർ ഹൗസ് എന്ന് പറയുന്നത്. നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്താണ് വരാൻ പോകുന്നത്. ഏകദേശം നമുക്ക് തന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ വേക്കൻസീസ് ഇപ്പോൾ തന്നെ അവർ ഹയറിങ് തുടങ്ങിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോബ് കിട്ടുന്ന ഒരു വലിയ വെയർ ഹൗസാണ് നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്നത്. വിഴിഞ്ഞം പോർട്ട് വന്നതോട് കൂടിയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുദ്ര പോർട്ടാണെങ്കിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലുള്ള പോർട്ടുകളിലും ധാരാളം വെയർ ഹൗസുകളും പുതിയ ഓപ്പർച്യൂണിറ്റീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ജോലിയില്ലെന്നൊരു പ്രശ്നം വരുന്നില്ല. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചറായിട്ട് വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു മേഖല തന്നെയാണ്. ശരിക്കും വിദേശത്തേക്ക് പോകണമെന്നില്ല, നമ്മുടെ കേരളത്തിൽ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ വിദേശത്തേക്ക് പോകാൻ കാരണം നമുക്ക് സാലറി കൺസേൺസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ സാലറി കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല സാലറിയും അതുപോലെ തന്നെ വലിയ പൊസിഷൻസും കിട്ടാൻ ചാൻസ് ഉണ്ട്. ശരിക്കും ആദ്യം നമ്മളൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഇവിടെ തന്നെ വർക്ക് ചെയ്താൽ പിന്നീട് വിദേശത്തേക്ക് പോകാൻ എളുപ്പമായിരിക്കും. തീർച്ചയായിട്ടും അത് പിന്നെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 50,000 അല്ലെങ്കിൽ 1,00,000 രൂപ ശമ്പളം കിട്ടുമെന്നാണ് ചോദിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് ഇൻഡസ്ട്രിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഫ്രഷറായിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യില്ല, 50,000 60,000 ഒന്നും കിട്ടില്ല. നമുക്ക് ഇൻഡസ്ട്രിയിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു എൻട്രിയാണ്. അപ്പം ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുകയും അതിൽ ചെറിയ ശമ്പളമാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു 12,000 അല്ലെങ്കിൽ 15,000 നമുക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ കയറാൻ ശ്രമിക്കുക. അവിടെ കയറിയതിന് ശേഷം നമ്മളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും അവിടെ വർക്കിംഗ് എക്സ്പീരിയൻസും കൂടിയിട്ട് ആ കമ്പനി നമ്മളെക്കുറിച്ച് മനസ്സിലാക്കും. ഈ സ്റ്റാഫ് എന്ന് പറയുന്നത് വളരെ വൃത്തിയായിട്ടുള്ള ഒരു സ്റ്റാഫാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പ്രൊമോഷൻസ് കൂടുതലായിട്ട് കിട്ടും. മിനിമം 2 to 3 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ കൂടുതലായിട്ടും ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് 4ാമത്തെ വർഷം ചിലപ്പോൾ മെയിൻ സ്ട്രീമിൽ പറയുകയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിദേശത്തേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ അവർക്ക് വലിയ ശമ്പളത്തിലായിരിക്കും ഓഫർ വരിക. ഇതിപ്പം നമ്മൾ ഈ ഏവിയേഷൻ ആണല്ലോ ഇങ്ങനെ തന്നെയല്ലേ, ഏവിയേഷൻ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇപ്പം ആദ്യം ചോദിക്കാറുണ്ട് ഡൊമസ്റ്റിക്കിൽ കയറിയാലാണോ ഇൻ്റർനാഷണലിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഡൊമസ്റ്റിക്കിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണോ ഇൻ്റർനാഷണലിൽ പോകാൻ പറ്റുള്ളൂ, അതോ നേരിട്ട് ഇൻ്റർനാഷണലിൽ കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. നല്ലൊരു ചോദ്യമാണ്. അതിൽ പിന്നെ തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ലെവലിൽ ജോലി കിട്ടും. നമ്മളുടെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും എന്നുള്ളത് അറിയാം. പക്ഷേ നമ്മൾ വിദേശത്തേക്ക് പോകണമെങ്കിൽ അങ്ങനെയുള്ള എയർലൈൻസുകൾ നമ്മൾ ഇൻ്റർവ്യൂവിന് മുമ്പിൽ പോവുകയാണെങ്കിൽ മെയിൻ ആയിട്ട് കൈകാര്യം ചെയ്യുന്നൊരു കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് മീഡിയത്തിൽ പഠിച്ച ഒരാളാണെങ്കിലും ലാംഗ്വേജ് നമ്മൾ പഠിക്കാൻ നമ്മൾ സ്വന്തമായിട്ട് തയ്യാറായാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ സംസാരിക്കാത്തടത്തോളം കാലം ഒരു ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഫ്രണ്ടിൽ പോയി നമ്മൾ ഇൻ്റർവ്യൂ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂവിനാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ലാംഗ്വേജ് പ്രോബ്ലമാണ്. അപ്പോൾ മെയിനായിട്ട് ഈ ഏത് കോഴ്സ് പഠിച്ചാലും ഏവിയേഷൻ ആണെങ്കിൽ ലോജിസ്റ്റിക്സ് ആണെങ്കിൽ ഏത് കോഴ്സ് പഠിച്ചാലും ഈ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സും ലാംഗ്വേജും പക്കയായിട്ടുള്ള ഒരാളാണെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്പർ ഓഫ് കമ്പനീസ് ഇന്ന് ഇൻ്റർനാഷണൽ ലെവൽ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് നമ്മൾ പെർഫോം ചെയ്യാൻ അറിയാവുന്ന കഴിവുള്ള ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് ജോബ് കിട്ടും. മെയിൻ ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രം മതി. ഇനി അതല്ലാത്തവർക്ക് ഓപ്ഷനാണ് നമുക്ക് കേരളത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റുള്ള എയർലൈൻസുകൾ വർക്ക് ചെയ്തതിന് ശേഷം 1 year എക്സ്പീരിയൻസ് വഴി അവർക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ തയ്യാറാവേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 50,000 അല്ല 60,000 ആഗ്രഹിച്ചിട്ടല്ല എൻട്രി ചെയ്യേണ്ടത്. ഏത് എയർലൈൻസിൽ പോയാലും സ്റ്റാർട്ടിങ്ങിൽ ഒരു 15 to 25, 27 ആ റേഞ്ചൊക്കെയാണ് സാലറി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സാലറി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, വിദ്യാർത്ഥികൾ തയ്യാറാവണം. എങ്കിൽ മാത്രമേ അവർക്ക് ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാണ്, ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, ആ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 20,000 rupees ആയിരിക്കും സാലറി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇതെനിക്ക് വേണ്ട, ഇത് സ്കിപ്പ് ചെയ്യാം, അടുത്തൊരു ഇൻ്റർവ്യൂ വരട്ടെ, അപ്പോൾ അതിൽ കൂടുതൽ ശമ്പളം കിട്ടുവാൻ ചാൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ചാൻസ് നോക്കിയിട്ട് 2ാമത്തെ വർഷം കളയും, 3ാമത്തെ വർഷം കളയും. അതിനുശേഷം അദ്ദേഹം തന്നെ തീരുമാനിക്കും, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിനെ തീരുമാനിക്കും ഏതെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ഇൻ്റർവ്യൂവിന് പോകും. ആ പോകുന്ന സമയത്തുള്ള ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ഈ 3 വർഷം നിങ്ങൾ എവിടെയായിരുന്നു അല്ലേ? അതായത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 3 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ഗ്യാപ്പ് നിങ്ങൾ എന്തായിരുന്നു എന്നുള്ള ചോദ്യമായിരിക്കും പിന്നീട് ആ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിദ്യാർത്ഥികളോട് സ്നേഹത്തോടെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏർലിയസ്റ്റ് നമ്മൾ കോഴ്സ് കഴിയുന്ന
രണ്ടാമത്തെ അല്ലെങ്കിൽ എന്നാണോ നമ്മൾ കോഴ്സ് കഴിയുന്നത് അടുത്ത മാസം തന്നെ ഏതെങ്കിലും ഒരു കമ്പനി കയറാൻ പറ്റുമെങ്കിൽ അവിടെ തന്നെ കയറുക. നമ്മൾ കരിയർ ഗ്യാപ്പ് ഒരിക്കലും വരുത്താൻ പാടില്ല. ഓക്കെ അപ്പം നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന കുട്ടികൾക്ക് കിട്ടിക്കാണും. തീർച്ചയായിട്ടും. ഇനി നമുക്ക് ചോദിക്കാനുള്ള മെയിൻ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കോഴ്സ് എടുത്ത് ഇപ്പം നമ്മളുടെ ഈ ഇപ്പം ഡിഗ്രിയുടെ കൂടെയാണ് ഇപ്പോൾ ഏവിയേഷൻ, അല്ലെങ്കിൽ ഏത് ഡിഗ്രിയുടെ കൂടെയാണല്ലോ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഡിഗ്രിയുടെ കൂടെ എടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഡിഗ്രി എല്ലാം ഈ 4 വർഷത്തെ ഒരു ഇതിലേക്ക് പോവുകയാണല്ലോ, ഹോണേഴ്സ് ഡിഗ്രി എന്നുള്ള രീതിയിൽ പോവുകയാണ്. അപ്പോൾ ശരിക്കും ഇത് 4 വർഷം എടുക്കുന്ന കുട്ടികളുണ്ടാവും, എൻ്റെ ക്രെഡിറ്റ് പോയിൻറ്റ്സിൻ്റെ ഒക്കെ ഇതിൽ 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ആണെങ്കിലും കുട്ടികൾക്ക് 3 വർഷം ആകുമ്പോഴത്തേനും ഏവിയേഷൻ ലോജിസ്റ്റിക്സ് കംപ്ലീറ്റ് ആവുമോ? തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആവും. അതായത് പിന്നെ ഈ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ 4 years ഡിഗ്രി എന്ന് പറയുന്നത് 2 year പഠിക്കുകയാണെങ്കിൽ ഡിപ്ലോമ, അല്ലെങ്കിൽ 3 year പഠിക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ, 4ാമത്തെ വർഷം ഹോണേഴ്സ് ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഹോണേഴ്സ് ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് 3 years ഡിഗ്രി കഴിഞ്ഞാൽ അവർക്ക് റിസർച്ച് മേഖലയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് ഈ 4ാമത്തെ വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഈ ഒരു കോഴ്സ് അവർക്ക് തടസ്സമാവുന്നില്ല. കാരണം ഈ ഏവിയേഷൻ പഠിച്ചതിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ അവർക്ക് സർട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുന്നു. 4ാമത്തെ വർഷം ഹോണേഴ്സ് ഡിഗ്രി അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ പല കമ്പനികളിലും അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം നമുക്ക് ലോജിസ്റ്റിക്സ് ആണെങ്കിൽ തന്നെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില മേഖലകളുണ്ട്. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാം, ട്രാവൽ ഏജൻസിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഓൺട്രപ്രണർ ആവാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊരു കരിയർ ഗ്യാപ്പ് ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ മാത്രമേ എന്തോന്നുള്ളൂ നമുക്കൊരു എയർലൈൻസിൽ കിട്ടി അവിടുന്ന് പോവുകയാണെങ്കിലാണ് നമുക്ക് ഈ 3ാമത്തെ വർഷം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടികളുടെ ഓപ്ഷനാണ് 3ാമത്തെ വർഷം ഗ്രാജുവേഷൻ കൊണ്ട് പിന്നെ ജോബിന് പോകണോ, 4ാമത്തെ വർഷം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഹോണേഴ്സ് ഡിഗ്രിയുടെ കൂടെ നമ്മുടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏവിയേഷൻ്റെ തന്നെ വേറെ ഏതെങ്കിലും IATA സർട്ടിഫിക്കേഷൻസോ കാര്യങ്ങളൊക്കെ ആ അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. സാർ അതേപോലെ പല പേരൻസ് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ BBA ഏവിയേഷൻ എടുത്തു, ആ കുട്ടി ഓൾറെഡി കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ പ്ലേസ്ഡ് ആയി. അപ്പോൾ അവൻ ഓൾറെഡി MBAയും കൂടി എടുത്താലാണോ അവന് ബെറ്റർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാൻ പറ്റുക, അത് BBA ഏവിയേഷൻ കൊണ്ട് തന്നെ അവനൊരു പ്രൊമോഷൻ നല്ലൊരു ലെവലിൽ എത്താൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും നമ്മൾ പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് ജോബ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു വാല്യൂ അഡീഷൻ കോഴ്സും അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളും സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജോബ് കിട്ടും. പിന്നെ നമുക്ക് ഇൻ ഫ്യൂച്ചർ നമുക്കൊരു ഹയർ ലെവലിലേക്ക് പോകണമെങ്കിൽ MBA ചില എയർപോർട്ടിൽ നിർബന്ധമാണ്, എയർലൈൻസിൽ നിർബന്ധമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യാം, MBA അവർക്ക് എടുക്കാൻ പറ്റും. ഇനി PhD, ഇപ്പോൾ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയൊരു ഇതായിരിക്കും, ഒരു പാഷനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ റിസർച്ച് മേഖലയിലും പോവാം. അത് ഓരോ കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് എഡ്യൂക്കേഷൻ ഇരിക്കുന്നത്. പക്ഷേ MBA ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോകാം. അതിന് ശേഷം വേണമെങ്കിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ അവർക്ക് MBA എടുക്കാനുള്ള ഓപ്ഷൻസ് നിറയെ അവൈലബിൾ ആണ്. ജോലി ചെയ്തുകൊണ്ട് വേണമെങ്കിൽ MBA എടുക്കാൻ പറ്റും. പിന്നെ സാർ നമ്മളിപ്പം ഏവിയേഷനിലെ ഫീൽഡിനെ കുറിച്ച് സംസാരിച്ചു, എയർപോർട്ടിലെ ജോലികളെ പറ്റിയൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് വരണമെങ്കിലോ, ഇപ്പോൾ ഒരു ഏവിയേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആവണമെങ്കിൽ എന്തായിരിക്കും വേണ്ടത്? തീർച്ചയായിട്ടും അത് പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഏത് കുട്ടികൾക്ക് ഏത് വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ടീച്ചറാവാം. ടീച്ചറാവാൻ ഉള്ള മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അറിവ് നേടുക എന്നുള്ളതാണ്. ഇപ്പോൾ അറിവ് നേടാൻ പുസ്തകങ്ങൾ മാത്രമല്ല ഇന്ന് അവൈലബിലിറ്റി ഉള്ളത്. കാരണം ഇന്ന് 4th ഇൻഡസ്ട്രി റെവല്യൂഷനാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ AI ഉപയോഗിച്ചിട്ടുള്ള ധാരാളം ടൂൾസുകളുണ്ട്. ഇപ്പോൾ ChatGPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും അങ്ങനെ ഒരുപാട് ടൂൾസുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വിദ്യാർത്ഥികൾക്ക് അറിവാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അറിവ് കൊടുക്കാനുള്ള ഒരു ടീച്ചർ ആവണമെങ്കിൽ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുക, അറിവ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്, അതിൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് ഒരു ICT മോഡൽ അല്ലെങ്കിൽ ഒരു ഇൻട്രാക്റ്റീവായിട്ടുള്ള മോഡലിൽ വിദ്യാർത്ഥികൾ ഏവിയേഷൻ ഇൻഡസ്ട്രി വളരെ വിശാലമായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പഠിപ്പിക്കാൻ പറ്റും. കാരണം എന്താണ്, വിമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നോക്കി നിൽക്കുന്നൊരു കാര്യം കൂടിയാണ്, ശരിയല്ലേ? അപ്പോൾ വിമാനത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിപ്പിക്കാൻ നമുക്ക് കുറേ വീഡിയോസുകളും അല്ലെങ്കിൽ ഇമേജുകളൊക്കെ യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വിദ്യാർത്ഥികൾ തരുന്ന റെസ്പോൺസ് ഉണ്ട്. അത് സാധാരണ ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന പോലെയല്ല. അപ്പോൾ അത് മാക്സിമം നമുക്കൊരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി റിയലിസ്റ്റിക് ആയിട്ട് ഇന്ന് കാലത്ത് നടക്കുന്ന പല കാര്യങ്ങളെയും റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏവിയേഷൻ കോഴ്സ് പഠിപ്പിക്കാം. അപ്പോൾ അത് ഒരു ബെറ്റർ ടീച്ചർ ആവാനും ഏവിയേഷൻ കോഴ്സ് കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഓക്കെ,
എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം ഏവിയേഷൻ്റെ എല്ലാ ഫീൽഡും പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് ഇനിയിപ്പോൾ അഡ്മിഷൻ എടുക്കാനിരിക്കുന്നവർക്കും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, എവിടെ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്ത് രീതിയിൽ വേണം ഇത് പഠിക്കാൻ, എവിടെ ചൂസ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിക്കാണും. എനിക്ക് തോന്നുന്നു പല കോളേജുകളിലും കൊടുക്കുന്നുണ്ടെങ്കിലും സാറി പറഞ്ഞ പോലെ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്ന കുറച്ച് കോളേജുകളേ ഉള്ളൂ എന്ന് തോന്നുന്നു കേരളത്തിൽ. അപ്പം അത് അവർക്ക് തന്നെ ചൂസ് ചെയ്യാം, എല്ലാം ചോദിച്ച്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന പേരൻസിനാണെങ്കിലും മനസ്സിലാവും ഒരു ഏവിയേഷൻ ഫീൽഡിലേക്ക് കുട്ടിയെ വിടണമെങ്കിൽ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും ഒരു കോളേജിൽ പോയിട്ടാണെങ്കിലും എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് എന്നുള്ളൊരു ഫുൾ ധാരണ കിട്ടിയെന്നാണ് തോന്നുന്നത്. അപ്പം ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏവിയേഷൻ എന്ന ഇൻഡസ്ട്രിയിലേക്ക് ഒരു എൻട്രി വേണം എന്നുണ്ടെങ്കിൽ BBAയുടെ കൂടെ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ BComൻ്റെ കൂടെ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് പഠിക്കാൻ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.